അപ്പോൾ നമുക്ക് ഫിഷിംഗ് അറ്റാക്ക് എന്താണെന്ന് വളരെ സിമ്പിളായിട്ട് നോക്കാം. നമുക്ക് നമ്മുടെ ഇമെയിലിൽ നമുക്ക് പല ഇമെയിലുകളും വരും. മേ ബി അതൊരു പക്ഷേ ആമസോണിൽ നിന്നായിരിക്കാം, അതുമല്ലെങ്കിൽ നമ്മുടെ ബാങ്കിൽ നിന്നായിരിക്കാം. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ നമ്മളെ ബാങ്കിൽ നിന്നാണെങ്കിൽ നമ്മുടെ KY നമ്മുടെ ആധാർ ഡീറ്റെയിൽസ് മാറ്റണം എന്ന് പറഞ്ഞിട്ട് ഒരു പക്ഷേ അവർ ഒരു മെസ്സേജ് നമുക്ക് അയക്കും. അതിനകത്തൊരു ലിങ്കും ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്താണ്, അത് ബാങ്കിൻ്റെ ഡയറക്റ്റ് ലിങ്ക് ആയിരിക്കും എന്നായിരിക്കും. പക്ഷെ നമ്മളതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ബാങ്കിൻ്റെ അതേപോലെയുള്ള ഒരു വെബ്സൈറ്റിലേക്കാണ് നമ്മളിപ്പോൾ കയറുക. പക്ഷേ അത് യഥാർത്ഥത്തിൽ ബാങ്കിൻ്റെ വെബ്സൈറ്റ് ആയിരിക്കില്ല. അതല്ലെങ്കിൽ ആമസോണിൻ്റെ, അതല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിൻ്റെ ഏതാണോ ആ ഇമെയിൽ ചെയ്തിട്ടുള്ളത് ആ വെബ്സൈറ്റ് അതായിരിക്കില്ല. പക്ഷേ സെയിം ലുക്ക് അതുപോലെ തന്നെ ആയിരിക്കും. നമ്മളതിനകത്ത് യൂസർ നെയിം പാസ്വേഡും കൊടുത്തു കഴിഞ്ഞാൽ ആ മൊമെൻറ്റിൽ തന്നെ ഈ ഹാക്കർക്ക് നമ്മുടെ യൂസർ നെയിം പാസ്വേഡും കിട്ടുന്നതാണ്. ഇതാണ് ഫിഷിംഗ് അറ്റാക്ക് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഈ ഫിഷിംഗ് അറ്റാക്സ് എന്ന് പറയുന്നത് ഇമെയിൽ വഴി മാത്രമല്ല, മറ്റേത് സോഴ്സ് വഴിയാണെങ്കിലും, മെസ്സേജ് വഴിയാണെങ്കിലും, വാട്സപ്പ് വഴിയാണെങ്കിലും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് എനിക്കൊരു മെസ്സേജ് അയക്കാണ്, എടാ ഇതെൻ്റെ അക്കൗണ്ടാണ്, ഈ ഫോട്ടോക്ക് ലൈക്ക് അടിക്കണം അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയക്കാണ്. അപ്പോൾ അവനൊരു ലിങ്ക് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ഓട്ടോമാറ്റിക്കലി ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്കാണെന്ന് വിചാരിച്ചിട്ട് ആ ലിങ്കിനകത്ത് ക്ലിക്ക് ചെയ്ത്, അപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ യൂസർ നെയിം പാസ്വേഡും ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കാണുമ്പോൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ സെയിം ഇൻ്റർഫേസ് ആണല്ലോ, നമ്മൾ ഓട്ടോമാറ്റിക്കലി യൂസർ നെയിം പാസ്വേഡും കൊടുക്കും. എന്തിനു വേണ്ടിയിട്ട്? ഇപ്പോൾ ആ മെസ്സേജ് അയച്ച കൂട്ടുകാരന് ലൈക്ക് അടിക്കാനോ കമൻ്റ് അടിക്കാനോ വേണ്ടിയിട്ടായിരിക്കും. പക്ഷേ നമ്മൾ കൊടുക്കുന്ന യൂസർ നെയിം പാസ്വേഡും ആ ഇൻസ്റ്റൻറ്റിൽ തന്നെ ഈ ഹാക്കർക്ക് കിട്ടുന്നതാണ്. ആരാണോ ഇപ്പോൾ കൂട്ടുകാരനാണ് നമ്മളെ ഹാക്ക് ചെയ്യണമെന്ന് ഉദ്ദേശിച്ചിട്ട് അങ്ങനെ ഒരു ഫിഷിംഗ് വെബ്സൈറ്റ് ഉണ്ടാക്കിയതെങ്കിൽ അദ്ദേഹത്തിന് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഏത് സോഴ്സിലായാലും, ഇമെയിൽ ആണെങ്കിലും വാട്സപ്പ് ആണെങ്കിലും ഏത് സോഴ്സിലൂടെ ആണെങ്കിലും ആ വെബ്സൈറ്റ്, അവരുടെ ആ ഫിഷിംഗ് വെബ്സൈറ്റ് ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി അവരുടെ വെബ്സൈറ്റിലേക്ക് പോകും. നമുക്കൊരിക്കലും തിരിച്ചറിയാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ അതിന് തിരിച്ചറിയാൻ നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് ടിപ്സും ട്രിക്സും ഒക്കെ ഉണ്ട്. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അടുത്ത വീഡിയോയിൽ നമ്മളത് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും.